ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിലേറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ. കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലവൻ, കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലവൻ. മനോഭാരത്താലനഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ യേശു വന്നിടുമ്പോൾ, എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാറോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ
എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഇതിനകത്ത് ഒരു സ്റ്റാൻസ് ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ എന്ന് നിർത്താമോ? എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ഞാൻ ഈ പ്രോഗ്രാമുകൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോവിഡിന് മുമ്പ് കോവിഡ് അങ്ങോട്ട് തുടങ്ങിയ സമയത്ത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മകനും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലിരിക്കുമ്പോൾ നാളെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പ്രോഗ്രാമെല്ലാം നിന്നു. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി പ്രോഗ്രാമൊന്നുമില്ല. എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടില്ല, കാരണം ഞാൻ ഫെയ്ത്ത് ഹോമിൽ ജനിച്ച് വളർന്നതുകൊണ്ട് എൻ്റെ മകൻ പട്ടിണി കിടക്കുമ്പോൾ എനിക്കത് വേദനയാണ്. കാരണം ഞാൻ വേറെ ജോലികളൊന്നും ചെയ്യുന്നില്ല. ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും ദൈവത്തിന് വേണ്ടിയാണ് പാടുന്നതും വായിക്കുന്നതും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ജിബിൻ പൂവക്കാല എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരൻ എന്നെ പവർ വിഷനിലേക്ക് പാടാനായിട്ട് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ജിബിനെ പവർ വിഷനിലോട്ട് പാടാൻ വരുന്നത് എങ്ങനെയാ, വായിക്കാൻ വരുന്നത് എങ്ങനെയാ, റോഡിലെല്ലാം പോലീസുകാർ നിൽക്കുമോ? അപ്പം ഞാൻ ആദ്യം മടിച്ചു. അവനോട് പറഞ്ഞു, ജിബിനെ മോനെ ഞാൻ വരുന്നില്ല. കാരണം ഞങ്ങളുടെ പാസ്റ്ററുടെ മകനാണ്, രാജു പൂവക്കാല പാസ്റ്ററുടെ മകനാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവൻ 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വന്നേ പറ്റത്തുള്ളൂ, വേറെ ആരുമില്ല. ഞാനപ്പോൾ എൻ്റെ ഗിറ്റാർ കൊടുത്ത് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പം പോലീസുകാരെ തടഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഈ കോവിഡിൻ്റെ സമയത്ത് നീ വീണയും കൊണ്ട് അങ്ങോട്ട് പോവുക? എന്നെ തിരിച്ചു വിളിച്ചു. അന്നേരം ഞാൻ വീട്ടിൽ വന്ന് ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെയൊക്കെ? അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രണ്ടും കൽപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചു പവർ വിഷനിൽ. അങ്ങനെ ഞാൻ പവർ വിഷനിലേക്ക് വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ആരും എന്നെ തടഞ്ഞില്ല. തടയാതിരുന്നത് എൻ്റെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ വിചാരിക്കും നമ്മുടെ സഹോദരങ്ങളല്ല, നമ്മുടെ അപ്പനാ, നമ്മുടെ അമ്മയാ, നമ്മുടെ ഏറ്റവും ചേർന്ന് വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അറിയുന്നത്. പക്ഷെ നമുക്കൊരു വേദന വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമുക്ക് ഒരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് നടക്കാൻ പറ്റത്തില്ലെന്നൊരവസ്ഥ വരുമ്പോൾ അറിയാം ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് ആരുമില്ല, ഒറ്റ മനുഷ്യരില്ലായിരുന്നു. അപ്പോഴും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലെ തുറന്ന് ഒരു ദിവസം പോലും പട്ടിണി കിടക്കാതെ, ഞാൻ അതിനു മുമ്പ് എങ്ങനെയാണോ ജീവിച്ചത് അതിനേക്കാൾ ഒരു പടി മുന്നിലായിട്ട് ജീവിക്കാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ. എൻ്റെ പപ്പ ഇങ്ങനെ പാസ്റ്ററായിരുന്നു. പപ്പ എപ്പോഴും ഹോളിൽ ഇല്ലാത്ത സ്ഥലത്ത്, അല്ലെ വേലയില്ലാത്ത സ്ഥലത്താണ് എൻ്റെ പപ്പായെ പറഞ്ഞു വിടുന്നത്. കാരണം ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തോളൂല്ലോ. വിശ്വാസികളായി കഴിയുമ്പോൾ പുള്ളി അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് തട്ടും, പുതിയ വേല സ്ഥലത്തോട്ട്. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഹോളി പണിയാനായിട്ട് പപ്പയുടെ പൈസ ഇങ്ങനെ പപ്പയുടെ കയ്യിലിരിക്കുമ്പോൾ ഞങ്ങൾ പുരയിടത്തിലെ മാങ്ങ തിന്നുകൊണ്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. മാങ്ങ മാത്രം പറിച്ച് ഞങ്ങൾ 1-2 ആഴ്ചയാണത്. അപ്പോൾ പപ്പയോട് അമ്മ പറഞ്ഞു, ആ പൈസ ഇല്ല, അതെടുത്തിട്ട് പിള്ളേർക്ക് ആഹാരം വാങ്ങും. അത് ദൈവത്തിൻ്റെ പൈസയാണ്, അത് നമുക്കെടുക്കാൻ അധികാരമില്ല, അവകാശമില്ല. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താണിത്. പക്ഷേ അന്ന് എൻ്റെ പപ്പ വില കൊടുത്തു, എൻ്റെ അമ്മ വില കൊടുത്തു തന്നെ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സമൃദ്ധിയായി തരുന്ന ഒരു ദൈവം.
നമ്മളെ കാണുന്നവരൊക്കെ പറയാം അവന് ഭയങ്കര ജാടയാണ്. പക്ഷെ നമ്മുടെ മനസ്സറിയുന്ന ഒരു ദൈവം. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, നമ്മൾ ആരോടും പറയാതെ ഒരു തുള്ളി കണ്ണുനീര് ദൈവസന്നിധിയിൽ ഒഴുക്കിയ അതിനെ മറികടന്നു പോകാൻ സാധിക്കാത്തൊരു ദൈവമാണ്. അതിന് കഴിയത്തില്ല ദൈവത്തിന്. നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും കണ്ണുനീരൊഴുക്കി പറഞ്ഞാൽ അതിനെ മറികടന്നു പോകാൻ ദൈവത്തിന് സാധിക്കത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര ആ യേശു ഓരോ കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല, ഓരോ നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഓരോ നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അടുത്ത ടിബിൻ അല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കളെല്ലാം കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ, ശബ്ദമൊക്കെ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ആമേൻ. ഒരു നാളും കൈവിടാത്ത കർത്താവ്, ഒരു നാളും ഉപേക്ഷിക്കാത്ത കർത്താവ്, ഒരു നാളും മറക്കാത്ത കർത്താവ്. ആ നല്ല കർത്താവിനെയാണ് ഇന്ന് രാത്രിയിലും, ആ കർത്താവിൻ്റെ നാമത്തെയാണ് നമ്മളിന്ന് ഉയർത്തുന്നത്. ഹല്ലേലൂയ. രാവിലെ നല്ലൊരു ശുശ്രൂഷ ദൈവം നമുക്ക് തന്നു. ആത്മാവിൽ സത്യത്തിൽ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് തന്നെ നല്ല അവസരത്തിനടുത്ത് സ്തോത്രം. ഇന്ന് ഈ രാത്രി കാലവും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ജീവിതത്തിന്മേൽ ഭാരങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ടല്ലേ? കടഭാരം, അങ്ങനെ പലവിധമാകുന്ന ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷെ ആ ഭാരത്തിൻ്റെ ഒക്കെ നടുവിൽ നമ്മൾ ആരെയായിരിക്കും ആദ്യം അന്വേഷിക്കുക? ജെന്യൂനായിട്ട് പറയാം, നമ്മൾ ആരെയായിരിക്കും ആദ്യം അന്വേഷിക്കുക? മനുഷ്യരിലാണോ? കർത്താവിൽ, യഹോവയിൽ. നമ്മുടെ ഭാരം നമ്മൾ കർത്താവിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ആ കർത്താവ് നമ്മളെ ആ ഭാരത്തിൽ നിന്നും ആ പ്രയാസത്തിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥമത്രേ. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നത് ഉത്തമം. വിശ്വസിക്കുന്നവരുണ്ടോ? വിശ്വസിക്കുന്നവരുടെ കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹീത കർത്തദാസൻ പ്രിയ ബ്ലസൻ മേമന എഴുതിയ ഒരു ഗാനമാണ്, എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ എൻ്റെ യേശു, എൻ്റെ സുഖമുള്ള കാലത്തും എൻ്റെ കണ്ണുനീരിൻ്റെ നേരത്തും എൻ്റെ യേശു മാത്രം എനിക്ക് മതി. ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാം, സുഖമുള്ള കാലം വരാം,
കണ്ണുനീരുള്ള കാലം വരാം. പക്ഷേ അവിടേക്ക് ഏറ്റവും മുറുകെ പിടിക്കേണ്ടത് ആ കർത്താവിനെയാണ്. ഹല്ലേലൂയ. ചേർന്ന് അല്പസമയം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു. ഹല്ലേലൂയ. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു. യേശു എന്നെ നന്നായി അറിയുന്നവൻ. ചേർന്ന് യേശു. യേശു എൻ്റെ ഭാരം ചുമക്കുന്നവൻ. യേശു എന്നെ നന്നായി അറിയുന്നവൻ. യേശു സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. നന്ദിയോടെ ചേർന്ന് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ചേർന്ന് വിളിക്കാം യേശു. യേശു എൻ്റെ സ്നേഹിതൻ. യേശു എൻ്റെ പ്രാണപ്രിയൻ. ചേർന്ന് യേശു. ഓ യേശു എൻ്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. അക്കരങ്ങളെ ഉയർത്തി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ. യേശു കൈവിടില്ല, ഞാനേകനായി തീർന്നിടട്ടെ. യേശു മാറുകില്ല, യേശു മാറുകില്ല. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ. യേശു കൈവിടില്ല, യേശു കൈവിടില്ല, ഞാനേകനായി തീർന്നിടട്ടെ. യേശു മാറുകില്ല. ചേർത്ത് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഉറപ്പോടെ ചേർന്ന് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. അതുകൊണ്ട് ചേർന്ന് വിളിക്കാം യേശു. യേശു എൻ്റെ സ്നേഹിതൻ. യേശു യേശു എൻ്റെ പ്രാണപ്രിയൻ, എൻ്റെ പ്രാണപ്രിയൻ. യേശു ചേർന്ന് ആമേൻ. യേശു എൻ്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. യേശു എൻ്റെ പ്രാണപ്രിയ. കരങ്ങളെ ഉയർത്തി ചേർന്ന് യേശു. യേശു
യേശു എന്റെ സ്നേഹിതൻ യേശു യേശു എന്റെ പ്രാണപ്രിയൻ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഉറപ്പോടെ പറയാം, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ചേർന്ന് ശബ്ദം ഉയർത്തി പാടിയാട്ടെ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയാൻ സാധിക്കും, എൻ്റെ സുഖമുള്ള കാലത്തും എൻ്റെ കണ്ണുനീരിൻ്റെ നേരത്തും അപ്പാ അങ്ങ് മാത്രം മതി, അങ്ങ് മാത്രം മതി. അങ്ങേ വിട്ടിട്ട് എനിക്ക് വേറെ ഒരു ജീവിതമില്ല. അങ്ങേ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങ് പോയി വസിക്കും? അങ്ങില്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? അങ്ങിൽ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, 55-ാം സങ്കീർത്തനത്തിൽ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അത്രയും നല്ലൊരു ഉറപ്പാണ് ദൈവം നമുക്ക് തരുന്നത്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. നിന്റെ ഭാരം എത്ര വലുതായിക്കോട്ടെ, നിന്റെ ഭാരം എത്ര കഠിനമായിക്കോട്ടെ, നിന്റെ മനസ്സിലുള്ള, നിന്റെ ഹൃദയത്തിലുള്ള വേദന എത്ര തന്നെ ആയിക്കോട്ടെ, പക്ഷേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക, അവൻ അതിനെ പുലർത്തും. യേശു എൻ്റെ സ്നേഹിതൻ ചേർന്ന് ആമേൻ. യേശു എൻ്റെ പ്രാണപ്രിയൻ ചേർന്ന് യേശു യേശു എൻ്റെ സ്നേഹിതൻ യേശു യേശു എൻ്റെ പ്രാണപ്രിയൻ. നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സുഖമുള്ള കാലത്തും നമുക്ക് ദുഃഖം വരുന്ന നേരത്തും യേശു മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം, ദേഹി, ആത്മാവിൽ നമുക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവസേനയിൽ ആരാധിച്ചേ മതിയാകത്തുള്ളൂ. നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ഗാനം ഒന്ന് പാടാമോ? ആരാധിക്കുമ്പോൾ വിടുതൽ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആമേൻ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ഓ ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ഓ ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ വല്ലവൻ അവൻ വല്ലവൻ ഓ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും യാചിപ്പീനെന്നാൽ ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും യാചിപ്പീനെന്നാൽ ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും ഓ മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ ഓ മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ ഓ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും അടുത്തുപോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ആമേൻ അടുത്തുപോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമാണ് നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമാണ് ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം ഹല്ലേലൂയ വിടുതൽ ആരാധിക്കുമ്പോൾ വിടുതൽ ആമേൻ ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ആമേൻ ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ഓ ദേഹം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും ഓ ദേഹം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ ഓ വിടുതൽ എന്നും പ്രാപിക്കാം പരമേ വിടുതൽ എന്നും പ്രാപിക്കാം ഹല്ലേലൂയ പാടിടാം ഉയർത്തിടാം യേശുനാമം ഓ ഹല്ലേലൂയ പാടിടാം ഉയർത്തിടാം യേശുനാമം ആമേൻ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം ആമേൻ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം ആരാധിച്ചാർത്തിടുമ്പോ ഓ വാതിലുകൾ തുറക്കും ഹല്ലേലൂയ ആമേൻ ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും ഓ അത്ഭുതങ്ങൾ നടക്കും ഹല്ലേലൂയ ഓ അത്ഭുതങ്ങൾ നടക്കും ഹല്ലേലൂയ പാടിടാം ഉയർത്തിടാം യേശുനാമം ഓ ഹല്ലേലൂയ പാടിടാം ഉയർത്തിടാം യേശുനാമം ആമേൻ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം ഓ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പാടിടാം ഉയർത്തിടാം യേശുനാമം ഓ ഹല്ലേലൂയ പാടിടാം ഉയർത്തിടാം യേശുനാമം ആമേൻ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം
ഉയർത്തിയിടാമേ സുനാമം ആമേൻ ഹല്ലേലൂയ പാടിയിടാം ഉയർത്തിയിടാമേ സുനാമം വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം ആമേൻ ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന ക്ഷാമകാലത്തുമെന്നെ ഓ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കിയിടാം ഓ യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കിയിടാം ആമേൻ ഹല്ലേലൂയ പാടിയിടാം ഉയർത്തിയിടാമേ സുനാമം ആമേൻ ഹല്ലേലൂയ പാടിയിടാം ഉയർത്തിയിടാമേ സുനാമം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പാടിയിടാം ഉയർത്തിയിടാമേ സുനാമം ഓ ഹല്ലേലൂയ പാടിയിടാം ഉയർത്തിയിടാമേ സുനാമം ഓ ഹല്ലേലൂയ പാടിയിടാം ഉയർത്തിയിടാമേ സുനാമം ആമേൻ ഹല്ലേലൂയ പാടിയിടാം ഉയർത്തിയിടാമേ സുനാമം ആമേൻ വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം ആമേൻ ആമേൻ ഓ വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം ആമേൻ 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 ദീപാവരക്ഷകരം തേടികമാടുകതേ കവരക്ഷകരം തേടി ദേവാലകരം ക്ഷകരം ദേവി കവരക്ഷകരം കപാലകലലോടെ ശിഖരാടികരക്ഷരം കപാലം കപാലകരക്ഷകരം ശ്രീമാനവരം രക്ഷകരം ശ്രീമാനവരം രക്ഷകരം ശിവരം ജഗരം ജഗരേ രക്ഷകരം ശിവരം ശേരാശവരം ജഗദീപവരം ശാരകദാരികരേ ഹരിഖാവാനകരക്ഷകരം ജഗരം ദീവാനവരക്ഷകരം ജഗരികവാൻ ഹല്ലേലൂയ ജീസസ് ദീവാനശം ദേവാനഗരം ശകരം ജഗരികവാനകദലനം ജഗനദലരേ ഖവനം ദേ ദീവാനികരേ ഖവരക്ഷകരം ജഗരീതവരം ശേരം ദാരികവാൻ ദിഗനാനികരക്ഷകരം ദേവാനഗരം ജഗരികദലനം ജഗരക്ഷേ ദീവാനശം ദേവാനവരം ജഗരീ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂടെ ഇവിടെ ആയിരിക്കുന്നതിലും വളരെ സന്തോഷമാണ്. കാരണം ഞാൻ നിങ്ങളിൽ ഒരാളാണ് ഇപ്പം. അത് വിശ്വസിക്കുന്നതിന് എത്ര പേരുണ്ട്? എൻ്റെ ശുശ്രൂഷ ഇവിടെ തുടങ്ങിയത്. ഹല്ലേലൂയ. ഞാനിപ്പോഴും രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചു, എന്തിനാ എന്നെ വിളിച്ച്? അപ്പം എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാൻ. ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രമോ ബാലന്മാരെ തീച്ചൂളയിൽ ഇട്ടപ്പോൾ ദൈവം വന്നോ? ദൈവം വന്നില്ല. തീച്ചൂള 7 മടങ്ങ് വർദ്ധിച്ചപ്പോഴാണ് 4-മനായ ഒരാൾ അതിനകത്ത് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ആ പ്രതികൂലങ്ങൾ നമുക്ക് കൊണ്ട് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ഹെൽപ്പ് ആവശ്യം വരുന്നത്. ആ സമയത്ത് 4-മനായ ഒരാൾ ഇറങ്ങി വരും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു?
സ്നേഹിതരേവരും വെടിഞ്ഞ അത് നീ പോയി യേശുവിനോടൊന്ന് പറ. സ്നേഹിതരേവരും വെടിഞ്ഞ അത് യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും തൻ കരത്ത. സ്നേഹിതരേവരും വെടിഞ്ഞ അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും തൻ കരത്ത. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. പരിശോധനകൾ വരികിൽ മനം പതറാശ്രയിച്ചിടും. പരിശോധനകൾ വരികിൽ മനം പതറാശ്രയിച്ചിടുകിൽ. ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്രയിച്ചിടുകിൽ. ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്രയിച്ചിടുകിൽ. വിരവിൽ വിനകൾ തീരും സകലതും ശുഭമാ. വിരവിൽ വിനകൾ തീരും സകലവും ശുഭമാ. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാമതിവേദം. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാമതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ആ ഒരു നാൾ നശ്വര ലോകം വിട്ട് നമ്മൾ പിരിയും. അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ നാം നേടിയതെന്തെന്ന് അന്നേരമാണ് നമ്മൾ അറിയുന്നത്. അന്നേരം ഞാൻ കാണും എൻ്റെ പിതാവിനെ ഞാൻ കാണും. ഇവിടെ എല്ലാവരും നിന്നിച്ച് കാലുമടക്കി തൊഴിച്ച് വെളിയിൽ കളഞ്ഞ എൻ്റെ പിതാവിനെ ഞാൻ അവിടെ കാണും. ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിയും. അപ്പോ നമുക്കെന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവിടെ വേണമെന്നുള്ളവർ ഇന്ന് ഈ സമയത്ത് നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ രണ്ട് കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കഴിയുന്നവർ മാത്രം മതി. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാമതിവേഗം. ഒരു നാൾ നശ്വരലോകം, ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാമതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. അങ്ങേ കരയിൽ നിന്നും നാം നേടിയ
എന്തെന്നറിയും. ലോകം വെറുത്തോ വില മന്നാൾ അറിയും. ലോകം വെറുത്തോ വില നാളറിയും. ലോകം വെറുത്തോ വിലന അറിയും. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. പ്രൈസ് ദി ലോർഡ്. ആ കരങ്ങളെ നിവർത്തി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളിലൊരു സഹോദരനാണ്. ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഈ ഫ്ലോറിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരിക്കണം. സുരേഷ് ബാബു ബ്രദറിനെ ഞാൻ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്താലും അതെല്ലാം കുറവായി പോകും. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോഴെൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് എനിക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ്. കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നോട് ചോദിക്കും, എന്താണ് പ്രശ്നം, എന്താണ് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിലും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. പ്രാർത്ഥിക്കും, പിറ്റേ ദിവസം അത് സാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം വല്ലാതെ കൂടി വരുന്ന സമയത്ത് എന്നെ ഫോൺ വിളിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ലോകത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ. അവിടെ നിന്ന് എനിക്ക് തുടങ്ങാൻ പറ്റിയതിൽ വളരെ സന്തോഷമാണ്. പ്രിയ ദൈവദാസനോടും ഈ സഭയിലെ വിശ്വാസികളോടും ഒത്തിരി നന്ദി പറയുന്നുണ്ട് ഞാൻ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.